സങ്കീർത്തനങ്ങൾ 37 അധ്യായം 21 മുതലുള്ള തിരുവചനങ്ങൾ. ദുഷ്ടർ വായ്പ വാങ്ങിക്കും, തിരിച്ചു കൊടുക്കാൻ അവർക്ക് കഴിയുകയില്ല. എന്നാൽ നീതിമാൻ ഉദാരമായി ദാനം ചെയ്യുന്നു. കർത്താവിനാൽ അനുഗ്രഹീതർ ഭൂമി കൈവശമാക്കും. അവിടുത്തെ ശാപമേറ്റവർ വിച്ഛേദിക്കപ്പെടും. മനുഷ്യന്റെ പാദങ്ങളെ നയിക്കുന്നത് കർത്താവാണ്. തനിക്ക് പ്രീതികരമായി ചരിക്കുന്നവനെ അവിടുന്ന് സുസ്ഥിരനാക്കും. അവൻ വീണേക്കാം, എന്നാൽ അത് മാരകമായിരിക്കുകയില്ല. കർത്താവ് അവന്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ഞാൻ ചെറുപ്പമായിരുന്നു, ഇപ്പോൾ വൃദ്ധനായി. നീതിമാൻ പരിത്യജിക്കപ്പെടുന്നതോ അവൻ്റെ മക്കൾ ഭിക്ഷയാചിക്കുന്നതോ ഞാൻ ഇന്നോളം കണ്ടിട്ടില്ല. അവൻ എപ്പോഴും ഉദാരമായി ദാനം ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുന്നു. അവൻ്റെ സന്തതി അനുഗ്രഹത്തിന് കാരണമാകും. തിന്മയിൽ നിന്ന് അകന്ന് നന്മ ചെയ്യുക, എന്നാൽ നിനക്ക് സ്ഥിര പ്രതിഷ്ഠ ലഭിക്കും. കർത്താവ് നീതിയെ സ്നേഹിക്കുന്നു. അവിടുന്ന് തൻ്റെ വിശുദ്ധരെ പരിത്യജിക്കുകയില്ല. നീതിമാന്മാർ എന്നേക്കും പരിപാലിക്കപ്പെടും, എന്നാൽ ദുഷ്ടന്മാർ സന്തതി വിച്ഛേദിക്കപ്പെടും. നീതിമാന്മാർ ഭൂമി കൈവശമാക്കും, അതിൽ നിത്യം വസിക്കുകയും ചെയ്യും. നീതിമാന്റെ അധരം ജ്ഞാനം സംസാരിക്കുന്നു, അവൻ്റെ നാവിൽ നിന്ന് നീതി ഉതിരുന്നു. ദൈവത്തിൻ്റെ നിയമം അവൻ്റെ ഹൃദയത്തിൽ കുടികൊള്ളുന്നു, അവൻ്റെ കാലടികൾ വഴുതുന്നില്ല. ദുഷ്ടൻ നീതിമാനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു, അവനെ വിധിക്കാൻ തക്കം നോക്കുന്നു. കർത്താവ് അവനെ ദുഷ്ടന് വിട്ടുകൊടുക്കുകയില്ല. ന്യായ വിസ്താരത്തിൽ കുറ്റം വിധിക്കപ്പെടാൻ സമ്മതിക്കുകയുമില്ല. കർത്താവിനെ കാത്തിരിക്കുക, അവിടുത്തെ മാർഗത്തിൽ ചരിക്കുക. ഭൂമി അവകാശമായി തന്ന് അവിടുന്ന് നിന്നെ ആദരിക്കും. ദുഷ്ടന്റെ നാശം നീ കാണും. ദുഷ്ടൻ പ്രബലനാകുന്നതും ലെബനോനിലെ ദേവദാരു പോലെ ഉയർന്നു നിൽക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നീട് ഞാൻ അതിലെ കടന്നു പോയപ്പോൾ അവൻ അവിടെ ഉണ്ടായിരുന്നില്ല. അവനെ അന്വേഷിച്ചു കണ്ടില്ല. നിഷ്കളങ്കനെ ശ്രദ്ധിക്കുക, സത്യസന്ധനെ സൂക്ഷിച്ചു നോക്കുക. എന്തെന്നാൽ സമാധാനം കാക്ഷിക്കുന്ന സന്തതി പരമ്പരയുണ്ടാകും. അതിക്രമികളെ ഒന്നാകെ നശിപ്പിക്കപ്പെടും. ദുഷ്ടർക്ക് സന്തതി അറ്റുപോകും. നീതിമാന്മാരുടെ രക്ഷ കർത്താവിൽ നിന്നാണ്. കഷ്ടകാലത്ത് അവരുടെ അഭയകേന്ദ്രം അവിടുന്നാണ്. കർത്താവ് അവരെ സഹായിക്കുകയും വിമോചിപ്പിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് അവരെ ദുഷ്ടരിൽ നിന്ന് മോചിപ്പിക്കുകയും രക്ഷിക്കുകയും ചെയ്യും. കർത്താവിലാണ് അവർ അഭയം തേടിയത്.